ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ്. ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെക്കുറിച്ചാണ്. ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖമാണ്. ആമുഖം. ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെക്കുറിച്ചാണ്. ആമുഖം. ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് വെച്ചാൽ USA നിന്നാണ്. USA നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്. USA നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനാ ആമുഖത്തിൻ്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-നാണ്. ലക്ഷ്യപ്രമേയമാണ് പിന്നെ ആമുഖമായി മാറിയത് കേട്ടോ. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-നാണ്. 1946 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. 1946 ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് 1947 ജനുവരി 22-നാണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് 1947 ജനുവരി 22-നാണ്. 1947 ജനുവരി 22. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിപ്പിക്കുന്ന ഒരേയൊരു തീയതിയാണ് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേയൊരു തീയതി 1949 നവംബർ 26-ആണ്. 1949 നവംബർ 26. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആമുഖം ആരംഭിക്കുന്നത്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് BN റാവു. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു ആണ്. BN റാവു. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ആവശ്യമെന്ന് ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് BN റാവു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഭരണഘടന നിലയിൽ വരുന്ന സമയത്ത് ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് മാത്രമായിരുന്നു. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിരുന്നു. 1976 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതി സമത്വം, സെക്കുലർ, മതേതരത്വം. 1976 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതി സമത്വം, സെക്കുലർ, മതേതരത്വം. സോഷ്യലിസ്റ്റും സെക്കുലറാണ് 1976 42-ാമത് ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത്. ആമുഖം ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അപ്പം ഭരണഘടന നിലയിൽ വരുന്ന സമയത്ത് ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിരുന്നു. 1976 42-ാം ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതി സമത്വം, സെക്കുലർ, മതേതരത്വം എന്നീ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തത്. ആമുഖം ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ആമുഖം ഭരണഘടന അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ബെരുബാറി കേസ്. 1960 ബെരുബാറി കേസിലാണ് ആമുഖം ഭരണഘടന അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ബെരുബാറി കേസ്. 1960 ബെരുബാറി കേസിലാണ് ആമുഖം ഭരണഘടന അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ബെരുബാറി കേസ്. 1960 ബെരുബാറി കേസ്. ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് അനുച്ഛേദം 368 ഉപയോഗിച്ച് അത് ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി വെസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് കേരള. 1973 കേശവാനന്ദ ഭാരതി വെസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് കേരള എന്ന കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് അനുച്ഛേദം 368 ഉപയോഗിച്ച് അത് ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ് വെസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് കേരള. 1973 കേശവാനന്ദ ഭാരതി
വെസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് കേരള. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാന പദങ്ങളാണ് പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്, നീതി, സ്വാതന്ത്ര്യം, സമത്വം. ഏതൊക്കെയാണ് ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പ്രധാന പദങ്ങളാണ് പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്, നീതി, സ്വാതന്ത്ര്യം, സമത്വം. ഇതൊക്കെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാന പദങ്ങളാണ്. അപ്പോൾ ആമുഖം ഭരണഘടന അവിഭാജ്യ ഘടകമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ബെർബാറി കേസ്. 1960 ബെർബാറി കേസ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് അനുച്ഛേദം 368 ഉപയോഗിച്ച് അത് ഭേദഗതി വരുത്താമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി വെസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് കേരള. കേശവാനന്ദ ഭാരതി കേസ് വെസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് കേരള. 1973 കേശവാനന്ദ ഭാരതി വെസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് കേരള. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാന പദങ്ങളാണ് പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്, നീതി, സ്വാതന്ത്ര്യം, സമത്വം. ഇനി ആമുഖത്തെ വിശേഷിപ്പിച്ചത് നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ച് NA പൽക്കിവാലയാണ് ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ച് NA പൽക്കിവാല. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ച് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ആത്മാവ് M ഹിദായത്തുള്ള. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ളയാണ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ള. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ള. ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവ്. നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ്. നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്.